ഹലോ! ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ. നമുക്ക് ഇതിനെല്ലാം ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു അരമണിക്കൂറിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് റെസിപ്പിയാണേ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കസ്റ്റർഡ് പൗഡർ വേണം. 2 കപ്പ് പാലിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ചേർക്കുന്നത്. അത് കറക്റ്റ് അളവാണേ. കസ്റ്റർഡ് പൗഡർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പത്തേക്ക് മാറ്റുക. ആദ്യം പാലൊന്ന് ചൂടായിട്ട് വരുന്നവരെ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പാല് ചൂടാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കൽ നിർത്തുമ്പം കസ്റ്റർഡ് പൗഡർ അടിയിൽ പോയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണേ. ഇനി പുഡിങ്ങിൻ്റെ ബേസ് കൊടുക്കാനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്രീമൊന്നും ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് ആയാലും എടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിൽ ബേസായിട്ട് കൊടുക്കാം. ഇതുപോലെ ബേസ് സെറ്റ് ചെയ്തിട്ടാകുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റർഡിൻ്റെ മിക്സില്ലേ അതിൻ്റെ നേരെ പകുതി ഹാഫ് പോർഷന് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കാം. ഇനി അടുത്ത മിക്സ് ഒഴിക്കുന്നതിൻ്റെ അടുക്കായിട്ട് ഞാൻ ഇതൊരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നട്ട്സ് ആയാലും യൂസ് ചെയ്യാം. പക്ഷേ ഈ കസ്റ്റർഡും മാങ്ങയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സ് എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കസ്റ്റർഡിൻ്റെ മിക്സും കൂടി കംപ്ലീറ്റ് ചേർത്തിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് ഞാൻ സെയിം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ബദാമും പിസ്തയും ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള ഏത് നട്ട്സ് ആയാലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങാനും ചേർത്ത് കൊടുക്കുക. അതെല്ലാം നമ്മൾ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയും എല്ലാം ചെയ്യാം. നമുക്ക് ഈ പെരുന്നാളിന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ. അപ്പം വീഡിയോയും റെസിപ്പിയെല്ലാം ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി പുഡിങ്ങാണ്. ഇതിനി നല്ലോണം കവർ ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഒന്ന് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇത് സുബീൻ്റെ എല്ലാം ടൈമിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അത്രയും ടൈം തണുപ്പിച്ചിട്ട് നോമ്പെല്ലാം മുറിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെരുന്നാളിന് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ കിഡിലായിട്ടാണ്. ഒരു അരമണിക്കൂറിലെല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതാ പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. കസ്റ്റർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഈസിയും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതും കാണാനും അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇത്. അപ്പം ഇതിൽ മാങ്ങക്ക് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് പകരം നട്ട്സ് ആയാലും യൂസ് ചെയ്യാം. പക്ഷെ മാങ്ങയും കസ്റ്റർഡും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ എടുത്തിന്. ഇതാ നല്ല കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള കിടിലൻ റെസിപ്പിയാണ്. ട്രൈ ആക്കി നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറയാം. അപ്പോൾ ഓക്കെ, ബൈ.